എല്ലാവർക്കും നമസ്കാരം. പ്രെപ്പ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന ടോപ്പിക്കാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നുള്ളത് നമ്മളുടെ ഭരണഘടനയുടെ ഒറിജിനൽ ഡോക്യുമെന്റിന്റെ ഭാഗമായിരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്തത് നവംബർ 26, 1949 അതിൻ്റെ കമൻസ്മെൻറ്റ് ജനുവരി 26, 1950 ആ ഒരു ദിവസമാണല്ലോ നമ്മളിപ്പോൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊന്നും നമ്മളുടെ ഭരണഘടനയിൽ ഇങ്ങനൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന ഭാഗമേ ഉണ്ടായിരുന്നില്ല. അതാണ് ഇവിടെ ഒറിജിനൽ ഡോക്യുമെൻറ്റിൻ്റെ ഭാഗമായിരുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തൊക്കെ കടമകളാണ് ആ ഒരു സമയത്ത് ഭരണഘടനാ നിർമ്മാതാക്കൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്? അത് ഡ്യൂട്ടീസ് ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു DPSPസിനെ കുറിച്ച്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വഴി നമ്മളെ സ്റ്റേറ്റിന് കുറച്ച് ഡ്യൂട്ടീസ്, ഇവിടെ ഇന്നീക്വാലിറ്റി ഇല്ലെന്ന് എൻഷുർ ചെയ്യണം, ലൈവ്ലിഹുഡ് എൻഷുർ ചെയ്യണം, അത്തരം കാര്യങ്ങൾ മാത്രമാണ് നമ്മളുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ എഴുതി വെച്ചത്. അല്ലാതെ ജനങ്ങൾക്ക് ഇങ്ങനൊരു കടമയുണ്ട്, ജനങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം എന്നൊന്നും നമ്മളുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ എഴുതി വെച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എപ്പോഴാണ് ഇങ്ങനത്തെ നമ്മളെ ജനങ്ങൾക്കായിട്ട് നമുക്കും കൂടെ കുറച്ച് കടമകൾ നമ്മളുടെ ഭരണഘടനയിൽ വന്നത്? അത് 42ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 42ാമത്തെ ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കുറേ ക്ലാസ്സുകളായി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. കുറേ അധികം വ്യത്യാസങ്ങളാണ് ഈ ഒരു 42ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി കൊണ്ടുവന്നത്. അതിലൊന്നാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു എന്നുള്ളത്. 1976 ഇത് വന്നത്. അടിയന്തരാവസ്ഥയുടെ സമയത്ത് ഇന്ദിരാഗാന്ധിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഏത് പാർട്ടിലാണ് വരുന്നത്? പാർട്ട് 4A നമ്മളെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നത്. ആർട്ടിക്കിൾ 51A അവിടെയാണ് നമ്മളുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, ആ ഒരു സമയത്ത് അടിയന്തരാവസ്ഥ കൊണ്ടുവരാൻ കാരണം തന്നെ ഇന്ദിരാഗാന്ധിക്കെതിരെ കുറേ പ്രൊട്ടസ്റ്റുകൾ ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമ്മളുടെ ഇന്ദിരാഗാന്ധിക്ക് തോന്നി, ഇവർക്ക് അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ മാത്രം കൊടുത്താൽ മതിയോ? ഈ ജനങ്ങൾക്ക് നമ്മളോടും ഒരു മര്യാദ വേണ്ടേ? നമ്മളോടും കുറച്ച് കടമകൾ അവർ നിറവേറ്റണ്ടേ? അങ്ങനെയാണ് സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നുള്ളത് ഇന്ദിരാഗാന്ധി ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. നിങ്ങൾ കുറച്ച് മര്യാദയൊക്കെ പാലിക്കണം, നിങ്ങൾക്ക് ഇത്തരം ഡ്യൂട്ടീസും കൂടി ഉണ്ട്. നിങ്ങൾ അവകാശങ്ങൾ മാത്രം എൻജോയ് ചെയ്തുകൊണ്ടിരുന്നാൽ പോരാ, എന്നോടും കുറച്ച് മര്യാദ വേണം. നമ്മളിപ്പോൾ പറയില്ലേ, ഒരു പാലിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? ആ ഒരു രീതിയിലാണ് നമ്മളുടെ ഇന്ദിരാഗാന്ധി ഇങ്ങനെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നുള്ളത് ഈ 42ാമത്തെ അമെൻമെൻറ്റ് വഴി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് 10 ഡ്യൂട്ടീസാണ് കൊണ്ടുവന്നിരുന്നത്. 2002 ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളുടെ ഈ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ കമ്പൽസറി എഡ്യൂക്കേഷൻ, എലമെൻ്ററി എഡ്യൂക്കേഷനെ കുറിച്ചൊരു റൈറ്റ് കൊണ്ടുവന്നല്ലോ, ആർട്ടിക്കിൾ 21A അത് ആഡ് ചെയ്തല്ലോ. ആ ഒരു സമയത്ത് ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ടും കൂടെ ആഡ് ചെയ്തു. പാരൻസിൻ്റെ മക്കളെ ഇന്ന ഒരു ഏജ് വരെ പഠിപ്പിക്കാനുള്ള കടമയുണ്ടെന്നും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ 2002 ഒരു പുതിയ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് ആഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ അത് നമ്മൾ USSRൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മളുടെ ഭരണഘടനയിൽ ആഡ് ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണെങ്കിലും, അല്ലെങ്കിൽ അതിനുശേഷം നമ്മളുടെ ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റുവിൻ്റെ മോളായിട്ടുള്ള ഇന്ദിരാഗാന്ധി ആണെങ്കിലും വളരെയധികം സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് കൊണ്ടു നടന്നിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സോവിയറ്റ് റഷ്യ, USSRൽ നിന്ന് അവർ വളരെയധികം ഇൻസ്പയർഡ് ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു സോഷ്യലിസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത് തന്നെ. അപ്പോൾ നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എവിടെ നിന്നാണ് നമ്മൾ കൊണ്ടുവന്നത്? നമ്മൾ അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നായിരുന്നു. DPSPs നമ്മൾ എവിടെ നിന്നായിരുന്നു? അയർലൻഡിൽ നിന്നായിരുന്നു. അയർലൻഡുകാരത് സ്പെയിനിൽ നിന്ന് കോപ്പി അടിച്ചാണ്. നമ്മളുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണെങ്കിൽ നമ്മൾ USSRൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് കൊണ്ടുവന്നത്. നമ്മൾ ചുറ്റും നോക്കുവാണെങ്കിൽ, നമ്മൾ ലോകം മുഴുവൻ നോക്കുമ്പോൾ ഒരു ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിലും നമുക്ക് ഇങ്ങനെ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കാണാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ അമേരിക്കയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, കാനഡയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഫ്രാൻസിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, ജർമ്മനിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, എവിടെയും ഒരു രീതിയിലും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നില്ല. ആകെ നമുക്ക് കാണാൻ കഴിയുന്നത് ജപ്പാനിൽ മാത്രമാണ്. അല്ലാതെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള രാജ്യത്തിലും ഇങ്ങനൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ഈ ഒരു രാജ്യത്തെ
നമ്മൾ പ്രിയാമ്പിളിൽ പറയുന്നുണ്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ നിർമ്മിച്ച ഭരണഘടനയാണ് ഈ ഒരു രാജ്യത്തെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്. അപ്പം നമ്മളുടെ ഈ രാജ്യത്തിൽ നമുക്ക് ഭരണം നേരിട്ട് നടത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് പേരെ ഈ പ്രധാനമന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ഇരുത്തിയേക്കാണ് നമ്മളുടെ പ്രതിനിധികളായിട്ട്. നമ്മളൊരു പറമ്പാണെങ്കിൽ അവിടുത്തെ ഒരു കാര്യസ്ഥനെ വെക്കണ പോലെ. അപ്പോൾ അവിടെ നമുക്ക് അവകാശങ്ങൾ തരുന്നതിൻ്റെ കൂടെ നമ്മളുടെ മേലും കുറച്ച് കടമകൾ ഒരു ജനാധിപത്യ രാജ്യത്തും വെക്കുന്നില്ല, ജപ്പാനിലൊഴികെ. പക്ഷെ ഇന്ത്യയിൽ അങ്ങനത്തെ കടമകൾ 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു സോഷ്യലിസ്റ്റ് കൺട്രീസിലോട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളിത് കാണുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ്. നമ്മൾ റഷ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് നമ്മളുടെ ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിന് കൊടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് അവകാശങ്ങളുണ്ടോ, നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ഡ്യൂട്ടീസും ഉണ്ട്. ആ ഡ്യൂട്ടീസും വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നാണ് സോഷ്യലിസ്റ്റ് കൺട്രീസിൽ നമ്മൾ കാണുന്നത്. ഇത് ഇൻസെപ്പറബിൾ ആയിട്ടാണ് പറയുന്നത്. അതായത് വേർതിരിക്കാൻ പറ്റില്ല. അവകാശങ്ങളും ഡ്യൂട്ടീസും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമ്മളുടെ സോഷ്യലിസ്റ്റ് കൺട്രീസിൽ പറയുന്നത്. സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളിൽ ഇത് രണ്ടും വേർതിരിക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ്. ഡ്യൂട്ടീസ് ഉണ്ടെങ്കിൽ റൈറ്റ്സും ഉണ്ട്, റൈറ്റ്സ് ഉണ്ടെങ്കിൽ ഡ്യൂട്ടീസും ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഭരണഘടനയിൽ ഇത് കൊണ്ടുവരാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കമ്മിറ്റീനെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കമ്മിറ്റി സ്വരൻ സിംഗ് എന്ന് പറഞ്ഞ ആളാണ് ഹെഡ് ചെയ്തത്. 1976 ഇങ്ങനത്തെ ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആ ഒരു സമയം എന്ന് പറയുമ്പോൾ നമ്മളെ രാജ്യത്തെ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടമാണ്. ആ ഒരു അടിയന്തരാവസ്ഥ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ കുറേ അധികം പ്രൊട്ടസ്റ്റുകൾ ഗവൺമെന്റിനെതിരെ നടക്കുന്നുണ്ടായിരുന്നു. ഈ സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യത്തെ സമയത്തൊക്കെ ജനങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ സർക്കാരിൽ വളരെ സന്തുഷ്ടരായിരുന്നു. അവരുടെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ലീഡറായിട്ടുള്ള നെഹ്റു ഒക്കെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തന്നെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ വർഷങ്ങൾ പോയപ്പോൾ കുറേ അധികം വ്യത്യാസങ്ങൾ വന്നു. നമുക്ക് ചൈനയായിട്ട് യുദ്ധം ചെയ്യേണ്ട വന്നു, അതുപോലെ തന്നെ പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം വന്നു. ഈ ചൈനയായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ തോറ്റു. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഈ ഗവൺമെന്റിനോടൊക്കെ ജനങ്ങൾക്ക് രോഷമൊക്കെ വന്നു തുടങ്ങി. പ്രത്യേകിച്ച് ഈ അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുന്നേ വളരെ വലിയ പ്രൊട്ടസ്റ്റുകൾ വന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇവർക്ക് തോന്നി ഈ ജനങ്ങൾക്ക് അവകാശങ്ങൾ കൊടുത്താൽ മാത്രം പോരാ, അവർക്ക് കടമയെക്കുറിച്ചും കൂടെ ഒരു ബോധ്യം വേണം. ഈ ഒരു പ്രൊട്ടസ്റ്റ് നടന്നപ്പോൾ തന്നെ അവർക്ക് ചിലപ്പോൾ കടമയെക്കുറിച്ച്, ഈ രാജ്യത്തിനോടുള്ള കടമയെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ ഇതൊന്നും ചെയ്യില്ലായിരുന്നു എന്നാണ് ഇവർ ചിന്തിച്ചത്. അപ്പോൾ നമ്മൾ സ്വരൻ സിംഗ് കമ്മിറ്റി പറഞ്ഞു ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് നമ്മളുടെ ഭരണഘടനയിൽ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൊടുക്കണം. ഈ സ്വരൻ സിംഗ് കമ്മിറ്റി ഇങ്ങനെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ജനങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ അവരെ പണിഷ് ചെയ്യണമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതാണ് ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ രാജ്യത്തിനോടുള്ള കടമ നമ്മൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവരെ പണിഷ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ അവിടെ തന്നെ ഗവൺമെന്റിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയില്ലേ. പക്ഷേ ഈ പണിഷ്മെന്റ് എന്നുള്ള നമ്മളുടെ ഗവൺമെന്റ് അത് നമ്മളുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലോട്ട് ആഡ് ചെയ്തില്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സ്വരൻ സിംഗ് കമ്മിറ്റി പറഞ്ഞു ഇങ്ങനെ കടമകൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ജനങ്ങളെ കോൺഷ്യസ് ആക്കണം. അവർക്ക് റൈറ്റ്സ് മാത്രമല്ല ഡ്യൂട്ടീസും കൂടി ഉണ്ട്. നിങ്ങൾ ആ ഡ്യൂട്ടീസ് ഫോളോ ചെയ്യണം. വെറുതെ ഒന്നും നമ്മുടെ ഗവൺമെന്റിനെതിരെ വന്ന് ഇങ്ങനെ പ്രതിഷേധിക്കാനൊന്നും പാടില്ല. നമ്മളുടെ രാജ്യത്തിന്റെ വികാരം നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു സമയം എന്ന് പറയുമ്പോൾ പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ ഒരു സമയത്തൊക്കെയാണോ നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ പ്രതിഷേധമൊക്കെ നടത്തുന്നത് എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു നമ്മളെ സ്വരൻ സിംഗ് കമ്മിറ്റി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ജനങ്ങളെ കോൺഷ്യസ് ആക്കി മാറണം. ഡ്യൂട്ടീസ് ഉണ്ട്, ഡ്യൂട്ടീസ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെക്കണം. അപ്പോൾ 8 ഡ്യൂട്ടീസാണ് നമ്മളെ സ്വരൻ സിംഗ് കമ്മിറ്റി കൊണ്ടുവന്നത്. പക്ഷെ ഇത് അതേപോലെ ഒന്നുമല്ല നമ്മളുടെ ഗവൺമെന്റ് ഫോളോ ചെയ്തത്. 8 ഡ്യൂട്ടീസ് ഒന്നുമല്ല, 10 ഡ്യൂട്ടീസാണ് ആദ്യം കൊണ്ടുവന്നത്. പിന്നെ 2002 ഒരു ഡ്യൂട്ടിയും കൂടി ആയി. അപ്പം മൊത്തം 11 ഡ്യൂട്ടീസാണ് ഇപ്പോൾ നമ്മളുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലുള്ളത്. അപ്പോൾ നിങ്ങൾ അത് ഓർക്കാനായിട്ട് വേണമെങ്കിൽ ക്രിക്കറ്റ് കളിക്കാരുടെ നമ്പർ, ഒരു ടീമിലത്തെ ക്രിക്കറ്റ് കളിക്കാരുടെ എണ്ണം അതാണ് 11. അപ്പോൾ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നമുക്കുള്ളത്. ആ ഒരു രീതിയിൽ വേണമെങ്കിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ 1976 തന്നെ നമ്മളെ സ്വരൻ സിംഗ് കമ്മിറ്റി എന്തായാലും പറഞ്ഞതല്ലേ, അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ നടപ്പാക്കാതിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇന്ദിരാഗാന്ധി ഈ ഒരു റെക്കമെൻഡേഷൻ മാത്രം പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു ഗവൺമെന്റ് ആ സമയത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനാ നിർമ്മാതാക്കൾ ശരിക്കും നമ്മളുടെ ഭരണഘടന ഫോം ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതിൽ ആഡ് ചെയ്യേണ്ടായിരുന്നു. അന്ന് അത് ആഡ് ചെയ്യാത്തത് അവരുടെ മണ്ടത്തരം. ഇത്രയും നാളും ആ മണ്ടത്തരം നടന്നുകൊണ്ടിരുന്നത് ഞാൻ കറക്റ്റ് ചെയ്യാണ്. അങ്ങനെ നോൺ ഇൻക്ലൂഷൻ ഈസ് എ മിസ്റ്റേക്ക് എന്ന് നമ്മളുടെ ആ ഒരു ഗവൺമെന്റ് ആ സമയത്ത് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫൈനൽ ഡോക്യുമെന്റിലോട്ട് വന്നപ്പോൾ 10 ഡ്യൂട്ടീസ്, സ്വരൻ സിംഗ് കമ്മിറ്റി 8 ഡ്യൂട്ടീസാണ് പറഞ്ഞെങ്കിൽ ഇവർ 10 ഡ്യൂട്ടീസ് കൊണ്ടുവന്നു. +1 ഞാൻ പറഞ്ഞില്ലേ 2002 ഒരെണ്ണം കൂടെ ആഡ് ചെയ്തു.
അപ്പോൾ ഈ സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പലതും റിജക്റ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. ആദ്യം തന്നെ പണിഷ്മെൻറ്റ്. ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുക്കാൻ നമ്മളെ സ്വരൻ സിംഗ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കമ്മിറ്റിയുടെ പറയുന്ന കാര്യങ്ങൾ ഇതാണ്: ദ പാർലമെൻറ്റ് മേ പ്രൊവൈഡ് ഫോർ ദി ഇമ്പോസിഷൻ ഓഫ് സച്ച് പെനാൽറ്റി ഓർ പണിഷ്മെൻറ്റ് ആസ് മേ ബി കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് ഫോർ എനി നോൺ കംപ്ലിയൻസ് വിത്ത് ഓർ റെഫ്യൂസൽ ടു ഒബ്സർവ് എനി ഓഫ് ദ ഡ്യൂട്ടീസ്. അപ്പോൾ ഈ ഡ്യൂട്ടീസ് എന്തെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല, നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പണിഷ്മെൻറ്റ് കൊണ്ടുവരാൻ നമ്മളെ സ്വരൻ സിംഗ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് അങ്ങനെ ഒരു പണിഷ്മെൻറ്റ് കൊണ്ടുവന്നില്ല. അടുത്തതായിട്ട് ഇങ്ങനെ ഈ ഒരു പണിഷ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് കുറച്ച് നിയമങ്ങൾ കൊണ്ടുവരില്ലേ, ആ ഒരു സമയത്ത് നമ്മളുടെ ബേസിക് സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ട് കുറേ അധികം പ്രശ്നങ്ങൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുക. നമ്മളെ ലാൻഡ് റിഫോമിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ DPSPs കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ അധികം കേസുകൾ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇവിടെയും റിവ്യൂ കൊണ്ടുവരാൻ പാടില്ലല്ലോ. ഇനിയിപ്പോൾ ഈ പണിഷ്മെൻ്റ് ഒരു പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു റിവ്യൂ കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ നോ ലോ ഫോർ പണിഷ്മെൻറ്റ് ക്യാൻ ബി റിവ്യൂഡ്. അപ്പോൾ അങ്ങനത്തെ നിയമങ്ങളെ ഒന്നും റിവ്യൂ ചെയ്യാൻ പാടില്ലെന്നും കൂടെ സ്വരൻ സിംഗ് കമ്മിറ്റിയിൽ അവർ പ്രോപ്പറായിട്ട് അവരുടെ റെക്കമെൻഡേഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പണിഷ്മെൻറ്റേ വരാത്തത് കൊണ്ട് അങ്ങനത്തെ ഒരു ഭാഗം നമുക്ക് ആഡ് ചെയ്യേണ്ട വന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ടാക്സ് അടയ്ക്കാന്നുള്ളതും കൂടെ നമ്മളുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ടാക്സ് അടച്ചില്ലെങ്കിൽ നമുക്കെതിരെ പണിഷ്മെൻറ്റ് വരും. പക്ഷേ ഈ ഡ്യൂട്ടി ടു പേ ടാക്സസ് എന്നുള്ളതും നമ്മളുടെ ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലോട്ടായിട്ട് ആഡ് ചെയ്തില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണേണ്ടത് നമ്മളുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു വട്ടം നമുക്കൊന്ന് റീവൈൻഡ് അടിക്കാം. നമ്മളുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എവിടെയുള്ള പാർട്ട് 4A ആർട്ടിക്കിൾ 51A ആണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നത്. ആ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എത്ര എണ്ണമാണുള്ളത്? 11 എണ്ണം. ആദ്യം 10 എണ്ണമാണ് ഉണ്ടായിരുന്നത്, അതിൻ്റെ കൂടെ 2002 ഒരെണ്ണം കൂടെ ആഡ് ചെയ്തു. ആദ്യത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എബൈഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടന പ്രോപ്പറായിട്ട് അനുസരിക്കുക. എബൈഡ് എന്ന് പറയുമ്പോൾ അനുസരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ടു എബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഇറ്റ്സ് ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് ദ നാഷണൽ ആന്തം. വെറുതെ ഭരണഘടനയെ മാത്രം അനുസരിക്കാൻ മാത്രമല്ല, ആ ഒരു ഭരണഘടനയിലുള്ള എല്ലാ വിധത്തിലുള്ള ഐഡിയൽസിനെ റെസ്പെക്റ്റ് ചെയ്ത് അതുപോലെ തന്നെ നമ്മളെ നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് റെസ്പെക്റ്റ് ചെയ്യണം. ഇവിടെ ഇതൊക്കെ പറയുമ്പോൾ ഇത് നോൺ ജസ്റ്റിസബിൾ ആണ് കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. പണിഷ്മെൻ്റ് ഇല്ല. അതുപോലെ തന്നെ ഇവിടെ നമ്മളിപ്പോൾ നാഷണൽ ആന്തത്തിനെ നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ നമുക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. ഇതിൽ എന്തെങ്കിലും നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നമ്മളെ പാർലമെൻറ്റ് എന്തെങ്കിലും നിയമം പാസ്സാക്കിയാൽ മാത്രമേ നമുക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതൊരു കടമ നിറവേറ്റിയില്ല, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് നിറവേറ്റിയില്ല എന്നുള്ളത് മാത്രം ഒരു കാരണമായിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല എന്ന് മാത്രം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഇൻ ഇറ്റ്സെൽഫ് ഈസ് നോട്ട് ജസ്റ്റിസബിൾ. പക്ഷെ പിന്നീട് നമ്മളുടെ പാർലമെൻറ്റിന് പല നിയമങ്ങളും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ഭരണഘടനയെ അനുസരിക്കണം. അതുപോലെ തന്നെ നാഷണൽ ഫ്ലാഗിനെയും നാഷണൽ ആന്തത്തെയും ഒക്കെ റെസ്പെക്റ്റ് ചെയ്യണം നമ്മൾ നോക്കി. അടുത്തതായിട്ട് നമ്മളുടെ ഈ ഒരു ഫ്രീഡം സ്ട്രഗിളിൻ്റെ നോബിൾ ഐഡിയാസ് ഇല്ലേ, അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ വേഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ ഈ നോബിൾ ഐഡിയാസ് എന്ന് പറയുമ്പോൾ എന്തിവർ ഉദ്ദേശിക്കണേ? സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് പല ഐഡിയാസ് ഉണ്ടായിരുന്നു, ഇവർക്ക് പ്രോപ്പറായിട്ട് അവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇത് പല സമയത്ത് നമ്മളെ ഗവൺമെൻറ് ഇടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അപ്പോൾ എന്തിനേയും അവർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. ഇത് നോബൽ ഐഡിയാസിൻ്റെ ലംഘനമാണെന്ന് പറഞ്ഞിട്ട് പല സമയത്തും നമ്മൾ റൂൾസിലൊക്കെ കാണുന്നതാണ്. ചില സമയത്ത് റൂൾസിൽ ഇങ്ങനത്തെ വേഗമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്തത് അതല്ലല്ലോ, നിങ്ങളവിടെ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് നമ്മൾ ക്രിറ്റിസിസത്തിൽ കാണുന്നതാണ്. അപ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ടു ചെറിഷ് ആൻഡ് ഫോളോ ദ നോബിൾ ഐഡിയൽസ് ദാറ്റ് ഇൻസ്പയർഡ് ദ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. അങ്ങനെയാണ് നമ്മളുടെ രണ്ടാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ വരുന്നത്. നമ്മളെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്തുള്ള പ്രോപ്പറായിട്ടുള്ള നോബിൾ ഐഡിയൽസ് ഒക്കെ നമ്മൾ മനസ്സിൽ വെച്ച് അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഡ്യൂട്ടീസൊക്കെ പറയുമ്പോൾ ഇത് പറയാൻ കൊള്ളാമെന്നല്ലാണ്ട് ഇതിനെ എൻഫോഴ്സിബിൾ ആക്കുന്ന ഒരു രീതിയും ഈ ഒരു ഡ്യൂട്ടീൻ്റെ ഉള്ളിൽ തന്നെ ഇല്ല. പിന്നീട് നിയമം കൊണ്ടുവരണം. അതുകൊണ്ടാണ് ചില സമയത്തെങ്കിലും നമ്മളിത് പറയുമ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ട് എന്താ കാര്യം, ഇത് വലിയ തമാശയായിട്ടുണ്ട് നമുക്ക് തന്നെ തോന്നണത്. രണ്ടാമത്തെ കാര്യത്തിന് ശേഷം മൂന്നാമത്തെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മളെ രാജ്യത്തെ നമ്മൾ ഡിഫെൻഡ് ചെയ്യണം. ആ ഒരു സമയം യുദ്ധമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളെ രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യാനും നമുക്ക്
പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി ഉണ്ടെന്നും കൂടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ടു ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡു സോ. ആ ഒരു സമയം എന്ന് പറയുമ്പോൾ നമ്മളെ രാജ്യം അത്യാവശ്യം യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡ്യൂട്ടിയിൽ തന്നെ ആഡ് ചെയ്തു, ഈ ഒരു രാജ്യത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട്. ഈ രാജ്യത്തിൻ്റെ ഡിഫെൻസിനായിട്ട് നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അത് മിലിറ്ററിയിൽ തന്നെയാണെന്നില്ല, ചിലപ്പോൾ മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്ടറായിട്ടാവാം, എഞ്ചിനീയർ ആയിട്ടാവാം, അങ്ങനെ ഏത് കാര്യത്തിനും രാജ്യത്തിനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് പണിയെടുത്തോളണം എന്ന് നമ്മളുടെ മൂന്നാമത്തെ ഡ്യൂട്ടി ആയിട്ട് അവർ ആഡ് ചെയ്തു. ഇനി നാലാമത്തെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഹാർമണി, ഇവിടെ പ്രോപ്പറായിട്ട് സാഹോദര്യം കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഒരിക്കലും സ്ത്രീകളുടെ ഡിഗ്നിറ്റീനെ ഒരിക്കലും നിങ്ങൾ ലംഘിക്കരുത്, നിങ്ങൾ അവരെ ഒരിക്കലും അപമാനിക്കാൻ പോകരുതെന്നും കൂടെ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ പറയുന്നുണ്ട്. അവിടെ പ്രോപ്പറായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് എമംഗ്സ്റ്റ് ഓൾ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ട്രാൻസെൻഡിങ് റിലീജിയസ്, linguistic and regional or sectional diversities and to renounce practices derogatory to the dignity of women. അപ്പോൾ സ്ത്രീകളെ അപമാനിക്കാൻ പാടില്ല, പിന്നെ നമ്മളുടെ മതം, ഭാഷ, അങ്ങനെ എല്ലാ വ്യത്യാസങ്ങളെയും നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ പ്രോപ്പറായിട്ട് സാഹോദര്യം നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണം. നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം. അതിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടി ലംഘിക്കുകയാണ്. പക്ഷെ ഡ്യൂട്ടി ലംഘിച്ചു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കിതിരെ കേസെടുക്കാൻ പറ്റുമോ? അതുമില്ല. ഇനി അടുത്തതോ, നമ്മളെ രാജ്യത്തിൻ്റെ റിച്ച് ഹെറിറ്റേജ്, ഇവിടുത്തെ ഈ വലിയ പാരമ്പര്യത്തിനെ നമ്മൾ ബഹുമാനിക്കണം, അത് പ്രോപ്പറായിട്ട് കാത്തു സൂക്ഷിച്ചു പോകണം. എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ടു വാല്യൂ ആൻഡ് പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് ദ കൺട്രീസ് കമ്പോസിറ്റ് കൾച്ചർ. ഇവിടുത്തെ ഈ ഒരു സംസ്കാരം പ്രോപ്പറായിട്ട് നമ്മൾ ഇവിടെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകണം. പിന്നെ അടുത്ത ഡ്യൂട്ടി ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ എന്താ പറയണേ? ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡിങ് ഫോറസ്റ്റ്, ലേക്സ്, റിവേഴ്സ് ആൻഡ് വൈൽഡ് ലൈഫ് ആൻഡ് ടു ഹാവ് കമ്പാഷൻ ഫോർ ലിവിങ് ക്രീച്ചേഴ്സ്. നമ്മൾ അതേസമയം ഈ ഡ്യൂട്ടിയിലൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പല ഡ്യൂട്ടികളും നമ്മൾ ശരിക്കും ഫോളോ ചെയ്യണില്ല എന്നുള്ളതാണ്. ഈ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ മണൽ വാരി അങ്ങനെ പല രീതിയിലും കാശുണ്ടാക്കണു. നമ്മളുടെ കാടുകളിൽ നിന്ന് ഈ തടിയൊക്കെ വെട്ടി മാറ്റിക്കൊണ്ട് നമ്മൾ കാശുണ്ടാക്കണം. എന്നിട്ട് അവസാനം കാട്ടിൽ നിന്ന് മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളവരെ കുറ്റം പറയും. ഈ നമ്മളുടെ വയനാടിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നത്തിൽ തന്നെ അവിടെ ബാമ്പു ഒക്കെ പ്രോപ്പറായിട്ട് വെട്ടി മാറ്റി അതൊക്കെ ബിസിനസ്സാക്കി മാറ്റാനും അവിടെ യൂക്കാലിപ്റ്റസ് കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് അവിടെ കൃഷി നടത്താനൊക്കെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഗവൺമെൻറ്. അപ്പോൾ യൂക്കാലിപ്റ്റസ് ഒക്കെ വന്നപ്പോൾ അവിടുത്തെ നാച്ചുറൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് അത് ബാധിച്ചു. ഈ യൂക്കാലിപ്റ്റസ് ഒക്കെ വളരെയധികം വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ ഈ മൃഗങ്ങൾക്കൊക്കെ എവിടെ നിന്നാണ് വെള്ളം കിട്ടുക? ആ കാട് ഉണ്ടെന്ന് പറഞ്ഞാൽ പോരല്ലോ, ആ കാടിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അതിക്രമിച്ച് നമ്മൾ നമുക്കിഷ്ടമുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ കാട് തന്നെ പല ഭാഗങ്ങളും കയ്യേറി കഴിഞ്ഞിട്ട് അവസാനം മൃഗങ്ങൾ കാടിറങ്ങി നാട്ടിലോട്ട് വരുമ്പോൾ അയ്യോ മക്കളെ നിങ്ങൾക്ക് കാടില്ല എന്ന് പറയുന്നത് അത്യാവശ്യം മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് വരുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്നുള്ളത് നമ്മൾ സയന്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മളൊരു സയൻസ് ബേസ്ഡ് ആയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ നോക്കാനായിട്ട്. അല്ലാതെ പഴമക്കാർ പറഞ്ഞ ഏതോ വിശ്വാസങ്ങൾ വെച്ച് അന്ധവിശ്വാസങ്ങൾ വെച്ചൊന്നും നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് നമ്മളെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം ആൻഡ് സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം. നമ്മൾ ഇവിടെയുള്ള തെറ്റായ ആചാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്ത് അവിടെ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. നമ്മൾ എല്ലാ കാര്യങ്ങളും സയൻറ്റിഫിക് ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കണം, കുറച്ചും കൂടെ റാഷണൽ ആയിട്ട്. അല്ലാതെ ഒരു വിശ്വാസം ഇങ്ങനെ പറയുന്നു എന്ന് മാത്രം വിചാരിച്ചുകൊണ്ടിരിക്കുകയല്ല എന്ന് നമ്മളുടെ ആ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് അടുത്തതായിട്ട് വരുന്നത്, ടു സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ്. നമ്മളുടെ രാജ്യം തന്നെ നമ്മളോട് പറയുന്നുണ്ട്, നമ്മളുടെ ഏറ്റവും നല്ല ആ ഒരു പൊസിഷനിലോട്ട് എത്തിച്ചേരാൻ നമ്മൾ എന്നും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. ടു സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി സോ ദാറ്റ് ദ നാഷൻ കോൺസ്റ്റന്റ്ലി റൈസസ് ടു ഹയർ ലെവൽസ് ഓഫ് എൻഡെവർ ആൻഡ് അച്ചീവ്മെൻറ്റ്. നമ്മളുടെ രാജ്യം മുന്നോട്ട് പോകാനായിട്ട് നമ്മളുടെ എല്ലാ വിധത്തിലുള്ള ഇൻഡിവിജ്വൽ ആക്ടിവിറ്റിയിലും അതുപോലെ തന്നെ കളക്റ്റീവ് ആക്ടിവിറ്റിയിലും നമ്മൾ എപ്പോഴും എക്സലൻസിനായിട്ട്
വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്ന് നമ്മളെ രാജ്യം തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലൂടെ തന്നെ പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ 2002 86ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി ഇവിടെ നമ്മളുടെ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്നുള്ളത് ആർട്ടിക്കിൾ 21A ഒരു മൗലിക അവകാശം തന്നെ ആക്കി തീർത്തപ്പോൾ ആ ഒരു മൗലിക അവകാശം ഫുൾഫില്ല് ചെയ്യണമെങ്കിൽ പാരൻസ് മക്കളെ ആ ഒരു സ്കൂളിലോട്ട് വിടുകയും കൂടെ വേണം. അപ്പോൾ അതിനെ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആക്കി മാറ്റി. ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് ഓർ വാട്ട് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14 years. ദിസ് ഡ്യൂട്ടി വാസ് ആഡഡ് ബൈ 86th amendment. അപ്പോൾ 6 ഉം 14 വയസ്സിനും ഇടയ്ക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായിട്ട് അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ പാരൻസിന് ഇവിടെ കടമയുണ്ട്. അതാണ് അവസാനത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. 11 ഡ്യൂട്ടീസാണുള്ളത്. ആദ്യം വന്നത് 10 ഡ്യൂട്ടീസാണ്. ഈ ഒരു എഡ്യൂക്കേറ്റ് ചിൽഡ്രൻ എന്നുള്ളത് 11ാമത്തെ ഡ്യൂട്ടി ആയിട്ടാണ് വന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. നമ്മളുടെ ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ചിലത് മോറൽ ആയിട്ടുള്ള ഡ്യൂട്ടീസാണ്. നമ്മളൊരു മൊറാലിറ്റി ബേസ്ഡ് ചെയ്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ നോബിൾ ഐഡിയൽസ് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളൊരു മൊറാലിറ്റിയുടെ പേരിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതേസമയം ചിലത് സിവിക് ഡ്യൂട്ടീസാണ്. നമ്മൾ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നമ്മൾ രാജ്യത്തിനോട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ റെസ്പെക്ട് ഫ്ലാഗ്, നമ്മളെ നാഷണൽ ആന്തത്തിനെ റെസ്പെക്ട് ചെയ്യുക, ഇതൊക്കെ സിവിക് ഡ്യൂട്ടീസാണ്. ഇനി വേറെ കുറേ നമ്മളുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇന്ത്യൻ ട്രഡീഷൻസിൻ്റെ ഭാഗമാണ് അല്ലേ. നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവിടെ ട്രഡീഷണൽ ആയിട്ട് നിന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് സിറ്റിസൻസിന് മാത്രമാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്നും ഫോറിനേഴ്സിന് ഇല്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഫോറിനേഴ്സിനുണ്ട്. പക്ഷേ ഇവിടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഒന്നും തന്നെ ഫോറിനേഴ്സിനില്ല, ഇവിടുത്തെ സിറ്റിസൻസിന് മാത്രം. ഇവിടെ പൗരനാകുന്നതോടാണ് നിങ്ങൾക്കൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി വരുന്നത്. അത് പ്രോപ്പർ ന്യായമായിട്ടുള്ള കാര്യമാണല്ലോ. അല്ലാണ്ട് നമുക്ക് ഒരു അമേരിക്കക്കാരനോട് വന്നിട്ട് ഇന്ത്യൻ ഫ്ലാഗ് റെസ്പെക്ട് ചെയ്യണം നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നുള്ളത് പൗരന്മാർക്ക് മാത്രമുള്ള കാര്യമാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ജസ്റ്റിസബിൾ അല്ല. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ജസ്റ്റിസബിൾ അല്ല, DPSPസും ജസ്റ്റിസബിൾ അല്ല. ആകെ ജസ്റ്റിസബിൾ ആയിട്ടുള്ളത് എന്ത് മാത്രമാണ്? നമ്മളെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രമാണ് ജസ്റ്റിസബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കെതിരെ ഒരിക്കലും കേസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ വേറെ എന്തെങ്കിലും നിയമം ഇത് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ നിയമത്തിൻ്റെ പേരിൽ കേസ് കൊടുക്കാം. ചില നിയമങ്ങൾ നമ്മൾ അവസാനം കാണുന്നതാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി മാത്രം ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കെതിരെ ഒരു കേസും വരാൻ പോണില്ല. ഇനി നമുക്ക് ഇതിനെതിരെയുള്ള കുറച്ച് ക്രിറ്റിസിസംസ് നോക്കാം. ആദ്യം തന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഒന്നും കവർ ചെയ്യുന്നില്ലെന്നാണ് ആദ്യത്തെ ക്രിറ്റിസിസം ആയിട്ട് വരുന്നത്. ഇപ്പോൾ പല ഡ്യൂട്ടീസും ഇപ്പോൾ നമ്മൾ ടാക്സ് നമ്മൾ അടയ്ക്കണം എന്നുള്ള ഡ്യൂട്ടി നമ്മളുടെ ഈ ഒരു സ്വരൻ സിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തില്ലല്ലോ. അതുപോലെ തന്നെ കാസ്റ്റിംഗ് വോട്ട്, നമ്മൾ വോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫാമിലി പ്ലാനിങ് നടത്തണം. നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ രാജ്യത്തെ പോപ്പുലേഷൻ വെറുതെ അങ്ങോട്ട് സ്കൈ റോക്കറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും പോകരുതെന്നുള്ള രീതിയിലുള്ള ഡ്യൂട്ടീസ് ഒന്നും നമ്മളുടെ ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ പറഞ്ഞിട്ടില്ല. അത് പറയാതിരിക്കാനും പല കാര്യങ്ങളും ഉണ്ടാവും. കാരണം ഇപ്പോൾ ഫാമിലി പ്ലാനിങ് എല്ലാ കാര്യങ്ങളും ഓരോരുത്തരുടേതായിട്ടുള്ള ആ ഒരു പ്രൈവസി റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് ജസ്റ്റിസബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യായിരുന്നു. അടുത്തതായിട്ട് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ പലതും വേഗാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ നോബിൾ ഐഡിയൽസ് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ. എന്താണ് നോബിൾ ഐഡിയൽസ് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ? നമുക്ക് തന്നെ മനസ്സിലാവണില്ല. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ വേഗാണ്, പ്രോപ്പറായിട്ട് അത് പറഞ്ഞിട്ടില്ല. ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് എന്താ? സയൻറ്റിഫിക് ടെമ്പറിൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതൊന്നും പ്രോപ്പറായിട്ട് അവർ പറഞ്ഞിട്ടില്ല. ദേ ആർ വേഗ്, ആംബിഗസ് ആൻഡ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. നമുക്കൊക്കെ മനസ്സിലാക്കാൻ ഇവിടെ പറയുമ്പോൾ തന്നെ ഒരു സാധാരണക്കാരന് എങ്ങനെ ഇതൊക്കെ മനസ്സിലാവും? നമ്മുടെയൊക്കെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. പക്ഷെ അറിയാൻ പാടില്ലാത്ത കടിച്ചാൽ പൊട്ടാത്ത കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത്തെ ക്രിറ്റിസിസമായിട്ട് ഇത് വളരെ വേഗും ആംബിഗസും ഒക്കെ പോയിന്ന് ഇവിടെ പ്രോപ്പറായിട്ടൊരു ക്രിറ്റിസിസം വന്നിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എടുത്ത് വെച്ചിട്ട് തന്നെ എന്താ കാര്യം? ഇത് നോൺ ജസ്റ്റിസബിൾ അല്ലേ? കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എടുത്ത് വെക്കുന്നതെന്നാണ് വേറൊരു ക്രിറ്റിസിസം വന്നത്. അവസാനമായിട്ട് പറഞ്ഞത് ഇത് വളരെ സൂപ്പർഫ്ലുവസ് ആണ്. അതായത് ഇതിങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ജനങ്ങളല്ലെങ്കിലും ചെയ്യണ കാര്യങ്ങളാണ്.
പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതെടുത്ത് ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നും പറഞ്ഞിട്ട് പാർട്ട് 4A ആർട്ടിക്കിൾ 51A കൊണ്ടുപോയി നിങ്ങളിത് വെച്ചത്? ഇതല്ലെങ്കിലും ജനങ്ങൾ ചെയ്യും. നമ്മളല്ലെങ്കിലും നാഷണൽ ഫ്ലാഗ് റെസ്പെക്ട് ചെയ്യും, നാഷണൽ ആന്തം റെസ്പെക്ട് ചെയ്യും, പിന്നെ സ്ത്രീകളെ ബഹുമാനിക്കും. ഇവിടെ ഒരു ഡ്യൂട്ടി ആയിട്ട് എടുത്ത് വെച്ചു എന്നും പറഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോലും അവിടെ ഒരു നിയമപരമായിട്ടുള്ള ഒരു കാര്യമൊന്നും ഇല്ലല്ലോ, ജസ്റ്റിസിബിൾ അല്ലല്ലോ. നമ്മളിപ്പോൾ നാഷണൽ ഫ്ലാഗ് പ്രോപ്പറായിട്ട് റെസ്പെക്ട് ചെയ്തില്ല എന്നും പറഞ്ഞിട്ട് നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ നമുക്കൊന്നും കേസ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി എടുത്ത് വെച്ചിരിക്കണേ? ജനങ്ങളല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തോളൂല്ലോ എന്നാണ് വേറൊരു ക്രിറ്റിസിസം വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു കാര്യം, ഇവിടെ പാർട്ട് 4A അല്ലേ ഇത്, അതായത് ഒരു ആഡ് ഓൺ ആയിട്ടല്ല കൊടുത്തിരിക്കണേ. അതായത് നമ്മളുടെ പാർട്ട് 4ന്റെ കൂടെ ഒരു ആഡ് ഓൺ പോലെ, ഒരു അപ്പൻഡേജ് പോലെ പാർട്ട് 4A ആർട്ടിക്കിൾ 51A, അതും ആർട്ടിക്കിൾ 51 നമ്മളുടെ DPSPs ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഒന്നും ആയിട്ട് കൊടുക്കാതെ ഇവിടെ വെറും ആർട്ടിക്കിൾ 51A ആയിട്ട് പറയുമ്പോൾ ഇതിൻ്റെ വില തന്നെ ഇല്ലാതാവുന്നു എന്നാണ് ഒരു ക്രിറ്റിസിസം വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ക്രിറ്റിസിസം വന്നിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ, ഇത് ജസ്റ്റിസിബിൾ അല്ല, ഇത്രയൊക്കെ പറയുമ്പോഴും ഇതിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഇല്ലാതിരിക്കില്ലല്ലോ, അതാണ് നമ്മൾ കാണേണ്ടത്. ആദ്യമായിട്ട് ഇതൊരു റിമൈൻഡറാണ്. ഇവിടെ ജസ്റ്റിസിബിൾ ഒന്നും ആയിരിക്കില്ല, പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾ ഇതൊക്കെ ഓർത്ത് വെക്കണം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കടമയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു റിമൈൻഡർ ആയിട്ട് മാറാൻ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആക്ട് ചെയ്യും എന്നുള്ളതാണ് ആദ്യത്തെ തന്നെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ദേ സെർവ് ആസ് എ റിമൈൻഡർ ടു ദ സിറ്റിസൻസ് ദാറ്റ് വൈൽ എൻജോയിങ് ദെയർ റൈറ്റ്സ് they should also be conscious of duties they owe to their country, their society and to their fellow citizens. ഈ സ്വരൻ സിംഗ് കമ്മിറ്റിയും പറഞ്ഞതല്ലേ, ജനങ്ങളെ കോൺഷ്യസ് ആക്കണം. നിങ്ങൾക്ക് റൈറ്റ്സ് മാത്രമല്ല, നിങ്ങൾക്ക് അവകാശങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ചില കടമകൾ കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റിസിബിൾ ഒന്നും ആക്കിയില്ലെങ്കിലും എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ഇങ്ങനൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തിട്ടുള്ളത്. അതാണ് ആദ്യത്തെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വാണിംഗ് ആണ്. നമ്മളെ ആൻറ്റി നാഷണൽ ആയിട്ടോ ആൻറ്റി സോഷ്യലായിട്ടോ എന്തെങ്കിലും കാര്യം ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടീസാണ് നിങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കണത്. നിങ്ങൾ രാജ്യത്തിനെതിരെ തീവ്രവാദ പ്രവർത്തനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടി, നിങ്ങൾ ഈ രാജ്യത്തിനോട് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി നിങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രാജ്യത്തിനെതിരെ വെറുതെ പ്രക്ഷോഭങ്ങൾ നടത്താണ്, അല്ലെങ്കിൽ എന്താ പറയുക, സ്പൈ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ ന്യായമല്ലാത്ത കാര്യത്തിനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, വെറുതെ പേരിന് വെറുതെ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തിനെ ഉന്നമനത്തിലോട്ട് എത്തിക്കേണ്ട ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി നിങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് ദേ സെർവ് ആസ് എ വാർണിംഗ് അഗെയിൻസ്റ്റ് ദ ആൻറ്റി നാഷണൽ ആൻഡ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ലൈക്ക് ബേണിംഗ് ദ നാഷണൽ ഫ്ലാഗ്, ഡിസ്ട്രോയിങ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് സോ ഓൺ. നമ്മൾ പലപ്പോഴും ഈ ഹർത്താലൊക്കെ വെക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, KSRTC ബസ്സായിരിക്കും ആദ്യത്തെ ഉന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചില്ലെറിഞ്ഞ് പൊട്ടിച്ചില്ലെങ്കിൽ ഹർത്താലുകാർക്ക് സമാധാനം വരില്ല. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ പ്രതിഷേധിച്ചോ, ആരും വേണ്ടാന്ന് പറയണില്ല. പക്ഷെ ഈ പബ്ലിക് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താ, KSRTC ബസ് ആരുടെയാ? ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഒന്നും അല്ല, ജനങ്ങളുടെ ടാക്സ് മണിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങളാണ് KSRTCയുടെ പ്രോപ്പർട്ടിയൊക്കെ. അതിനോടൊരു ബഹുമാനം ഉണ്ടെങ്കിൽ, ഇത് ടാക്സ് മണിയാണ്, ജനങ്ങളുടേതായിട്ടുള്ള കാശാണ്, ജനങ്ങളുടേതായിട്ടുള്ള സ്വത്താണ്, ഇത് നമ്മളെ രാജ്യത്തിന് സ്വത്താണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു KSRTC ബസ്സിന് നേരെയോ ഗവൺമെന്റ് പ്രോപ്പർട്ടിക്ക് നേരെയോ നിങ്ങൾ കല്ലെറിയില്ല. ഒരിക്കലും നിങ്ങളെ രോഷം തീർക്കാനുള്ളൊരു വേദിയല്ല പ്രതിഷേധ പ്രകടനം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തതായിട്ട് സിഗ്നിഫിക്കൻസ് ആയിട്ട് വരുന്നത് നമ്മളുടെ കോടതികളെ ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നുള്ളത് സഹായിക്കും. ഇപ്പം നമ്മളുടെ അമെൻമെന്റ്സും പല കാര്യങ്ങളും നിയമങ്ങളും ഒക്കെ റിവ്യൂ ചെയ്യുമല്ലോ, ആ സമയത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂടെ നമ്മളുടെ കോടതി കൺസിഡർ ചെയ്യുന്നതാണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു DPSPസിൻ്റെ ക്ലാസ്സിൽ, DPSPസിന് വേണ്ടിയിട്ട് ചില നിയമങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ആർട്ടിക്കിൾ 14, 19 കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളതായിട്ട്. അതുപോലെ തന്നെയാണ് 1992 ഇപ്പോൾ ആർട്ടിക്കിൾ 14-നും 19-നൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വന്നാലും അത് റീസണബിൾ ആണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നിലവിൽ കൊണ്ടുവരാനാണത് കൊണ്ടുവരുന്നതെങ്കിൽ എന്ന് നമ്മളുടെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളുടെ കോടതികളെ ഇങ്ങനത്തെ റിവ്യൂവിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം സഹായിക്കും. പിന്നെ ഇത് നോൺ ജസ്റ്റിസിബിൾ ആണെങ്കിലും എൻഫോഴ്സിബിൾ ബൈ മേക്കിംഗ് ലോസ്, നമ്മളെ പാർലമെന്റിന് നിയമം കൊണ്ടുവരാം.
ഇപ്പോൾ പല നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കാണാറില്ലേ, നാഷണൽ ഫ്ലാഗിനെ നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിൽ ഇവിടെ പ്രോപ്പറായിട്ടുള്ള നിയമമുണ്ട്. അപ്പോൾ നിയമങ്ങൾ വഴി ഇതിനെ എൻഫോഴ്സിബിൾ ആക്കാം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻ ഇറ്റ് സെൽഫ് ജസ്റ്റിസബിൾ അല്ലെന്നേ ഉള്ളൂ. പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ആ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിന് എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് സ്ട്രെങ്ത് കൊടുക്കാൻ പറ്റും. ആ ഒരു പാർട്ട് 4A അത് ജസ്റ്റിസബിൾ അല്ലെന്ന് മാത്രം. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് പല നേതാക്കന്മാരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഗോഖലെ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ആ സമയത്ത് നിയമമന്ത്രി. അദ്ദേഹം പറഞ്ഞത് ഇവിടെ പ്രൊട്ടസ്റ്റൊക്കെ നടക്കുമ്പോൾ ജനങ്ങൾക്കൊരു ബോധ്യം വേണം. അവർക്ക് ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെ പ്രൊട്ടസ്റ്റ് നടത്തില്ലായിരുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു ബോധ്യം കൊണ്ടുവരാനാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് നമ്മളുടെ ഗോഖലെ എന്ന നമ്മളുടെ ആ സമയത്ത് നിയമമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ദിരാഗാന്ധിയും പറഞ്ഞത് ഇത് ജനാധിപത്യത്തെ സ്ട്രെങ്തൻ ചെയ്യുന്നു, ശക്തമാക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പല വിധത്തിലുള്ള കമൻസും നമ്മളുടെ ഗവൺമെന്റിന്റെ സെക്ഷനിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പോസിഷൻ ഇത് വളരെയധികം എതിർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒപ്പോസിഷൻ ഇതിനെ ഇത്ര അധികം എതിർത്തിട്ട് അതിനുശേഷം അവരാണ് ഭരണത്തിൽ വന്നത്, ജനതാ പാർട്ടിയാണ് ഭരണത്തിൽ വന്നത്. അവരൊന്നും മാറ്റിയില്ല. അവർ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അവിടെ തന്നെ വെച്ചു. അപ്പോൾ അവർക്കും മനസ്സിലായി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം. അത് മാത്രമല്ല 2002 86ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി ആഡ് ചെയ്തു എന്നുള്ളതും കൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായി. അപ്പോൾ ഓപ്പോസിഷൻ പാർട്ടീസ് അന്ന് എതിർത്തെങ്കിലും പിന്നീട് അവർ തന്നെ ഭരണത്തിൽ വന്നപ്പോൾ ഇതിനൊന്നും മാറ്റിയില്ല. ചില ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അവർ പുതിയതായിട്ട് ആഡ് ചെയ്യുകയും ചെയ്തു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത് ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ സിഗ്നിഫിക്കൻസ് എല്ലാവരും മനസ്സിലാക്കി എന്നാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വേമ കമ്മിറ്റിയുടെ ഒബ്സർവേഷൻസ് ആണ്. 1999 ഇങ്ങനെ വേമയുടെ കീഴിൽ ഒരു കമ്മിറ്റി കൊണ്ടുവരുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൻസിനെ കുറിച്ച് പഠിക്കാനായിട്ട്. അങ്ങനെ ആ ഒരു കമ്മിറ്റി ഇവിടെ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ എൻഷുർ ചെയ്യാൻ ഇവിടെയുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ജസ്റ്റിസബിൾ അല്ലെങ്കിലും പല നിയമങ്ങളും വഴി അതിവിടെ പ്രോപ്പറായിട്ട് പണിഷബിൾ ആയിട്ട് എന്തെങ്കിലും ഡ്യൂട്ടി ലംഘിച്ചു കഴിഞ്ഞാൽ പണിഷബിൾ ആയിട്ട് ചില നിയമങ്ങൾ വഴി വരുന്നുണ്ട്. ആദ്യത്തെ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ആക്ട് 1971 ഈ നിയമപ്രകാരം നമ്മൾ ഫ്ലാഗിനെ ബഹുമാനിച്ചില്ലെങ്കിൽ, നമ്മൾ ആന്തത്തിനെ ബഹുമാനിച്ചില്ലെങ്കിൽ, ഇവിടുത്തെ ഭരണഘടനയെ ബഹുമാനിച്ചില്ലെങ്കിൽ അവിടെയൊക്കെ നമുക്കെതിരെ കേസെടുക്കാൻ പറ്റും. അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ജസ്റ്റിസബിൾ അല്ലെങ്കിലും അതിലത്തെ പല ഭാഗങ്ങളും എൻഷുർ ചെയ്യാനായിട്ട് ഇവിടെ നിയമങ്ങളുണ്ട്. അതിലത്തെ ആദ്യത്തെ കാര്യം തന്നെ ഇവിടെ എൻഷുർ ചെയ്യുന്നുണ്ട് അല്ലേ, ഫ്ലാഗിനെയും ആന്തത്തെയും ഭരണഘടനയും ഒക്കെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടെന്ന് ഇവിടെ പ്രോപ്പറായിട്ട് എൻഷുർ ചെയ്യുന്നുണ്ട്. പിന്നെ ക്രിമിനൽ ലോസിലും പല വിധത്തിലുള്ള പ്രൊവിഷൻസും ഉണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് റിലേറ്റഡ് ആയിട്ടുള്ള. ദ വാരിയസ് ക്രിമിനൽ ലോസ് ഇൻ ഫോഴ്സ് പ്രൊവൈഡ് ഫോർ പണിഷ്മെന്റ്സ് ഫോർ എൻകറേജിങ് enmity between different sections of people on grounds of language, race, place of birth, religion and so on. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഹാർമണി കാത്തു സൂക്ഷിക്കണം, ഇവിടെ കോമൺ ബ്രദർഹുഡ് വേണം, ഭാഷാപരമായിട്ടും ഇവിടുത്തെ മതപരമായിട്ടും ഒക്കെ ഡിഫറൻസസ് ഉണ്ടെങ്കിലും നമ്മൾ എപ്പോഴും സാഹോദര്യം കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ ക്രിമിനൽ ലോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ശത്രുത കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെ പണിഷ് ചെയ്യുന്നു. അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഈ ഒരു നിയമം വഴി അവർ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തു പോകുന്നുണ്ട്. അതിനുശേഷം പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ഉണ്ട്, provides for punishments for offenses related to caste and religion. കാസ്റ്റ് ആൻഡ് റിലീജിയൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സിവിൽ റൈറ്റ്സ് ആക്ട് പ്രകാരം നമുക്കെതിരെ കേസെടുക്കാം. പിന്നെ ഇന്ത്യൻ പീനൽ കോഡിലും പറയുന്നുണ്ട്, ഇന്ത്യൻ പീനൽ കോഡ് ഡിക്ലെയർസ് ദ imputations and assertions prejudicial to national integration as punishable offenses. നമ്മളുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന, നമ്മളെ തന്നെ തമ്മി തല്ലിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ പീനൽ കോഡ് IPC പ്രകാരവും കുറ്റം തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് UAP ആണ്, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ഓഫ് 1967. ഈ ഒരു നിയമപ്രകാരം ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ വളരെ കമ്മ്യൂണലായിട്ട് മതപരമായിട്ട് തീവ്ര മത ചിന്താഗതികളോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത്, അവർ സമൂഹത്തിലെ തന്നെ സാഹോദര്യത്തിന് വലിയൊരു വിഘ്നമാണെന്ന് നമ്മളുടെ ഗവൺമെന്റിന് തോന്നുവാണെങ്കിൽ UAPA ആക്ട് പ്രകാരം അവരെ അൺലോഫുൾ അസോസിയേഷൻ ആണെന്ന് പറഞ്ഞിട്ട് നിരോധിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ജമ്മു കാശ്മീരിലൊക്കെ നമ്മൾ പല അസോസിയേഷൻസിനെ അങ്ങനെ ബാൻ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ RPA റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ഓഫ് 1951. ഈ ഒരു നിയമമാണ് നമ്മളുടെ MP-മാരെയും MLA-മാരെയും ഒക്കെ നിയന്ത്രിക്കണം. അവർ ഏതെങ്കിലും ഒരു കറപ്റ്റ് പ്രാക്ടീസസിലോട്ട് ഏർപ്പെടുകയാണെന്ന് വിചാരിക്കുക, ദേ ആർ സോളിസിറ്റിംഗ് വോട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ ഓർ പ്രൊമോട്ടിംഗ് enmity between different sections of people on grounds of caste, race, language,
റിലീജിയൻ ആൻഡ് സോ ഓൺ. അവർ ഒന്നില്ലെങ്കിൽ മതം പറഞ്ഞ് വോട്ട് പിടിക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ മതത്തിൻ്റെ പേരിലോ ഭാഷയുടെ പേരിലോ ഒക്കെ ആൾക്കാരെ ഭിന്നിപ്പിക്കുകയാണെങ്കിൽ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അവരുടെ പ്രസംഗത്തിൽ അങ്ങനത്തെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ, അവരങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ MP-മാരോ MLA-മാരായിട്ട് ആ ഒരു എലക്ഷൻ വഴി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡിസ്ക്വാളിഫൈഡ് ആയി മാറും. അതിനുശേഷം നമ്മളുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972 നമ്മളുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക, നമുക്കൊരു ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വഴിയും അതിനുശേഷം നമ്മളെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഓഫ് 1980 വഴിയും ആ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആസ് സച്ച് ജസ്റ്റിസിബിൾ അല്ലെങ്കിലും പല നിയമങ്ങളും വഴി ആ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ വരുന്നത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പാർട്ട് 4A ഇത് വരുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 51A പാർട്ട് 4A ആർട്ടിക്കിൾ 51A ഇത് വരുന്നത്. ഇത് ഒറിജിനലിൻ്റെ ഭാഗമല്ലായിരുന്നു. ഇത് എങ്ങനെയാണ് കൊണ്ടുവന്നത്? 42ാമത്തെ അമെൻമെൻറ്റ് ആക്ട് വഴി 1976 അടിയന്തരാവസ്ഥ സമയത്ത് ഇതിനായിട്ട് സ്വരൻ സിംഗിൻ്റെ കീഴിൽ ഒരു കമ്മിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്തില്ല. ഇവിടെ ടാക്സിനൊക്കെ അതൊരു ഡ്യൂട്ടി ആക്കി മാറ്റണം, ടാക്സ് പേ ചെയ്യേണ്ടത് ഒരു ഡ്യൂട്ടി ആക്കി മാറ്റണം എന്നൊക്കെ നമ്മളുടെ സ്വരൻ സിംഗ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ കൊണ്ടുവന്നില്ല. അവർ 8 ഡ്യൂട്ടിയാണ് പറഞ്ഞത്, പക്ഷെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ 10 ഡ്യൂട്ടിയാണ്. സ്വരൻ സിംഗ് കമ്മിറ്റി ഇത് പണീഷബിൾ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് പണീഷബിൾ അല്ല, ജസ്റ്റിസബിളും അല്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നോൺ ജസ്റ്റിസബിൾ ആണ്. അപ്പോൾ 10 എണ്ണമാണ് ആദ്യം വന്നെങ്കിലും അതിനുശേഷം ഒരെണ്ണം കൂടെ ആഡ് ചെയ്തു 2002. അപ്പോൾ 10 ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനെതിരെ വന്ന ക്രിറ്റിസിസം എന്തൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനായിട്ട് കൊണ്ടുവന്ന നിയമങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിനായിട്ട് കൊണ്ടുവന്ന നിയമമൊന്നുമല്ല. ഇപ്പോൾ UAPA 1967 കൊണ്ടുവന്നത്. പക്ഷെ നമ്മളെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് 1976 വന്നുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് കൊണ്ടുവന്ന നിയമങ്ങളായിട്ടല്ല, ഇതിനെ എൻഷുർ ചെയ്യാനായിട്ടുള്ള നിയമങ്ങളായിട്ട് വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതോടുകൂടെ നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് നല്ലപോലെ റിവൈസ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ ബൈ.